പിന്നെ ഉള്ളത് രമേശ് ചെന്നിത്തലയാണ്. നമുക്കറിയുന്ന പോലെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവായിരുന്നു. ഹരിപ്പാടാണ് നിയോജക മണ്ഡലം. അത്യാവശ്യം നല്ല സീനിയോറിറ്റി ഉള്ള, നേരത്തെ പണ്ട് തൊട്ടേ ഉള്ള ആളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ജനങ്ങളുടെ സ്വാധീനമുള്ള വ്യക്തിയാണ്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അദ്ദേഹം, രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. അടുത്തത് വി ഡി സതീശനാണ്. വി ഡി സതീശൻ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ കഴിഞ്ഞ നിയമസഭയുടെ പ്രതിപക്ഷ നേതാവായിരുന്നു. അപ്പൊ അദ്ദേഹം എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഇതുവരെ മന്ത്രിയൊന്നും ആയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് പ്രതിപക്ഷ നേതാവായിട്ട് വന്നത്. പക്ഷേ ഇപ്പൊ പറയുന്ന പോലെ തന്നെ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിലായിരുന്നു കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ 10 വർഷത്തെ പ്രവർത്തനങ്ങൾ, 5 വർഷത്തെ പ്രവർത്തനങ്ങൾ കൊണ്ടുവന്ന് ഇതുപോലെ ഇത്രയും 102 സീറ്റ് കിട്ടിയതെന്നാണ് പൊതുവായിട്ടുള്ള ജനങ്ങളുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ 3 ആൾക്കാരാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ആൾക്കാർ. ഇവർ 3-ൽ ആരാണ് ചീഫ് മിനിസ്റ്റർ ആകാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചർച്ച എന്ന് പറയുന്നത്. ഇന്നും നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ സമയത്ത് പോലും അങ്ങ് ഡൽഹിയിലാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വീട്ടിലാണ് ചർച്ചയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ നേതാക്കളും പോയിട്ട് അവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു തീരുമാനമാകുമെന്നാണ് പറഞ്ഞേക്കുന്നത്, നമുക്കറിയത്തില്ല. അപ്പോൾ ഇതിനകത്ത് 3 പേരും കട്ടയ്ക്കാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം പൊതുവായിട്ട് പോപ്പുലാരിറ്റി എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ജനങ്ങളുടെ അഭിപ്രായം നോക്കുമ്പോഴത്തേക്കും കമന്റിലായാലും ഇപ്പോൾ റാലി, ജാഥ, പ്രതിഷേധം എല്ലാത്തിലും കാണുമ്പോഴും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് വി ഡി സതീശൻ തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്.